നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഫ്രം ഹാമിൽട്ടൺസ് ഇക്വേഷൻ ആണ്. ലഗ്രാഞ്ചിയൻ എന്ന് പറയുന്നത് നമുക്ക് ജനറലൈസ്ഡ് കോർഡിനേറ്റ് ക്യൂ കെ, ജനറലൈസ്ഡ് വെലോസിറ്റി ക്യൂ കെ ഡോട്ട് ടൈം ടീൻ്റെ ഫംഗ്ഷനായിട്ട് എഴുതാൻ പറ്റും. അതായത് ലഗ്രാഞ്ചിയൻ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ദ ഫങ്ഷൻസ് ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്, ജനറലൈസ്ഡ് വെലോസിറ്റി ആൻഡ് ടൈം. ഇവിടെ നമ്മൾ ഡെൽ എൽ എടുത്തു കഴിഞ്ഞാൽ സിഗ്മ കെ ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡെൽ ക്യൂ കെ പ്ലസ് സിഗ്മ കെ ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് ഡെൽ ക്യൂ കെ ഡോട്ട് പ്ലസ് ഡോ എൽ ബൈ ഡോ ടി എന്ന് കിട്ടും. ഇവിടെ വെൻ എൽ ഈസ് നോട്ട് എക്സ്പ്ലിസിറ്റ്ലി ഡിപ്പെൻഡൻ്റ് ഓൺ ടൈം, വെൻ എൽ ഈസ് നോട്ട് എക്സ്പ്ലിസിറ്റ്ലി ഡിപ്പെൻഡൻ്റ് ഓൺ ടൈം ടി, നമുക്ക് ഡോ എൽ ബൈ ഡോ ടി എന്ന് പറയുന്നത് 0 ആവും. അപ്പോഴത്തേനും ഡെൽ എൽ എന്ത് വരും? സിഗ്മ കെ ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഇൻറ്റു ഡെൽ ക്യൂ കെ പ്ലസ് സിഗ്മ കെ ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് ഇൻറ്റു ഡെൽ ക്യൂ കെ ഡോട്ട്. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ഇൻ്റഗ്രേറ്റിംഗ് ഫ്രം T1 to T2 integral T1 to T2 del L dt is equal to sigma k integral T1 to T2 dou L by dou qk into del qk dt plus sigma k integral T1 to T2 dou L by dou qk dot into del qk dot into dt. ഇനി ഹാമിൽട്ടൺ പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ, ബൈ ഹാമിൽട്ടൺസ് പ്രിൻസിപ്പിൾ ഡെൽ ഇൻ്റഗ്രൽ എൽ ഡി ടി T1 to T2 ഈസ് ഈക്വൽ ടു 0 എന്നാണ്. അങ്ങനെ വരുമ്പോൾ ഈ പാർട്ട് 0 ആയിപ്പോൾ. അപ്പോൾ ദെൻ വി ഹാവ് sigma k integral T1 to T2 dou L by dou qk into del qk dt plus dou L by dt is equal to 0. ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. ഇപ്പോൾ ഈ ഇൻ്റഗ്രൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഡെൽ ക്യൂ കെയുടെ ടേംസിലും സെക്കൻഡ് എന്ന് പറയുന്നത് ഡെൽ ക്യൂ കെ ഡോട്ടിൻ്റെ ടേംസിലും. അപ്പോൾ നമുക്ക് ഈ ഡെൽ ക്യൂ കെ ഡോട്ട് മാറ്റി ഡെൽ ക്യൂവിൻ്റെ ടേംസിൽ കൊണ്ടുവരാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ സെക്കൻഡ് ഇൻ്റഗ്രൽ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. ടേക്കിംഗ് ദ സെക്കൻഡ് ഇൻ്റഗ്രൽ സെപ്പറേറ്റ്ലി എന്താണ് സിഗ്മ കെ ഇൻ്റഗ്രൽ T1 to T2 ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് ഡെൽ ക്യൂ കെ ഡോട്ട് ഡി ടി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ T1 to T2 ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് ഇൻറ്റു ഡെൽ ഓഫ് ഡി ക്യൂ ബൈ ഡി ടി ഡി ടി. അപ്പോൾ ഇത് നമുക്ക് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇതിനെ ഒന്നുകൂടി മാറ്റിക്കഴിഞ്ഞാൽ സിഗ്മ കെ ഇൻ്റഗ്രൽ T1 to T2 ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് ഡി ബൈ ഡി ടി ഓഫ് ഡെൽ ക്യൂ കെ ഡി ടി. ഇനി ഓൺ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ അത് വരുമ്പോഴത്തേനും ഡെൽ ക്യൂ കെ
ഇവിടെ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേനും t1 to t2 മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ integral of derivative of first function into integral of second function del qk dt. ഇനി ഇവിടെ ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഇൻ്റഗ്രൽ t1 to ഇവിടെ del qk ഓഫ് അപ്പോൾ ഈ ടൈം 0 ആയി പോകും. ഇപ്പോൾ നമുക്ക് ഈ ക്യൂ കെ ഡോട്ടിലുണ്ടായിരുന്ന ടേം ക്യൂ കെയിലായിട്ട് കിട്ടി. അതായത് നമ്മൾ ഈ പാർട്ടാണ് ഇപ്പോൾ കണ്ടുപിടിച്ചത്. ഇനി അത് ഈ കണ്ടുപിടിച്ച സാധനം കൊണ്ടുവന്ന് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ടിങ് 3 in 2 we have sigma k integral t1 to t2 dou L by dou qk into del qk dt പ്ലസ് അല്ല മൈനസ് ഈ ടൈം വരും ഇൻ്റഗ്രൽ t1 to t2 dou L by d by dt ഓഫ് dou L by dou qk dot del qk dt equal to 0 വരും. ഒന്നുകൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ടൈംസ് നമ്മൾ കുറച്ച് റീഅറേഞ്ച് ചെയ്ത് കോമൺ എടുത്ത് എഴുതി കഴിഞ്ഞാൽ സിഗ്മ കെ ഇൻ്റഗ്രൽ t1 to t2 ഡോ എൽ ബൈ ഡോ ക്യൂ കെ മൈനസ് ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് ഇൻറ്റു ഡെൽ ക്യൂ കെ ഡി ടി ഈസ് ഈക്വൽ ടു 0. ഇനി ഇവിടെ ഫോർ ഹോളോനോമിക് സിസ്റ്റം the generalized coordinate del qk are independent of each other. For holonomic system the generalized coordinate qk are independent. For holonomic system the generalized coordinate qk are independent of each other, that is del qk vanishes. അതായത് നമുക്ക് ഡോ എൽ ബൈ ഡോ ക്യൂ കെ മൈനസ് ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് ഇൻറ്റു ഡെൽ ക്യൂ കെ ഒക്കെ പോകും ഈക്വൽ ടു 0 വരും. ഇത് ഈ ടൈം നമ്മൾ തിരിച്ചെഴുതി കഴിഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഈസ് ഈക്വൽ ടു 0. ഇതാണ് ലഗ്രാഞ്ചസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ലഗ്രാഞ്ചസ് ഇക്വേഷൻ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സിനെയാണ്. അത് സം ടെക്നിക്സ് ഓഫ് കാൽക്കുലസ് ഓഫ് വേരിയേഷൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അതായത് യൂളേഴ്സ് ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് വരും. പ്രൂവ് ദാറ്റ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് between 2 points is a straight line.
അതായത് 2 പോയിൻറ്റ്സ് ഉണ്ട്, അതിന് നടുവിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ പ്ലെയിനിൽ ഒരു വെരി സ്മോൾ ലെങ്ത് എലമെൻറ്റ് കൺസിഡർ ചെയ്യുക. കൺസിഡർ എ ലെങ്ത് എലമെൻറ്റ് ഇൻ എ പ്ലെയിൻ ds is equal to root of dx square plus dy square. ഇനി ഇത് ഒരു ലെങ്ത് എലമെൻ്റ് ആണ്. ഇനി ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ കർവ് ബിറ്റ്വീൻ 2 points 1 and 2 are I is equal to integral 1 to 2 ds integral x1 to x2 root of 1 plus dy by dx the whole square dx. അതായത് ടോട്ടൽ ലെങ്ത് ഓഫ് ദ കർവ് എന്ന് പറയുന്നത് ഐ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 1 to 2 ds ആണ്. അതായത് ഇൻ്റഗ്രൽ x1 to x2 റൂട്ട് ഓഫ് 1 പ്ലസ് dy by dx ദ ഹോൾ സ്ക്വയർ ഇൻറ്റു dx. ഇനി ഫോർ ദ കർവ് ടു ബി ഷോർട്ടസ്റ്റ് ഐ മസ്റ്റ് ബി മിനിമം. ഫോർ ദ ലെങ്ത് ടു ബി വെരി ഷോർട്ട്, നമുക്ക് 2 പോയിൻറ്റിൻ്റെ ഇടയ്ക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അപ്പോൾ ഈ ലെങ്ത് എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ ഐ മിനിമം ആയിരിക്കണം. ഫോർ ദ കർവ് ടു ബി ഷോർട്ടസ്റ്റ് ഐ ഷുഡ് ബി മിനിമം. അതായത് ദാറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് dy ബൈ dx ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് y ഡോട്ട് സ്ക്വയർ. വി ഹാവ് Euler's Lagrangian equation. We have Euler's Lagrangian equation as dou f by dou y minus d by dx of dou f by dou y dot is equal to 0. ഇവിടെ നമുക്ക് എഫ് ഉണ്ട്, ഇവിടെ നമുക്ക് യൂളേഴ്സ് ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഉണ്ട്. അവിടെ ഡോ എഫ് ബൈ ഡോ വൈ ഉണ്ട്, ഡോ എഫ് ബൈ ഡോ വൈ ഡോട്ടും ഉണ്ട്. ഡോ എഫ് ബൈ ഡോ വൈ is equal to 0. ഇവിടെ ഡോ എഫ് ബൈ ഡോ വൈ ഡോട്ട് എടുത്തു കഴിഞ്ഞാൽ വൈ ഡോട്ട് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് വൈ ഡോട്ട് സ്ക്വയർ. അപ്പോൾ ഇത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് y dot divided by root of 1 plus y dot square equal to 0. ഇനി ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓൺ ഇൻ്റഗ്രേറ്റിംഗ് y dot divided by root of 1 plus y dot square equal to c, where c is a constant. ഇനി the solution is valid only if the y dot is equal to a. ഇവിടെ a എന്ന് പറയുന്നത് c ബൈ റൂട്ട് ഓഫ് 1 മൈനസ് സി സ്ക്വയർ ആണ്. ഇവിടെ c എന്ന് പറയുന്നത് y ഡോട്ട് ഡിവൈഡഡ് ബൈ 1 പ്ലസ് വൈ ഡോട്ട് സ്ക്വയർ ആയിരുന്നു. പക്ഷേ വൈ ഡോട്ട് എന്ന് പറയുന്നത് എ ആകുമ്പോഴത്തേനും എ എന്ന് പറയുന്നത് സി ഡിവൈഡഡ് ബൈ 1 മൈനസ് സി സ്ക്വയർ ആണ്. ഇതെങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ വൈ ഡോട്ട് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് വൈ ഡോട്ട് സ്ക്വയർ വരും. അത് മാറ്റി എഴുതിയാലാണ് നമുക്ക് സി എ എന്ന് പറയുന്നത് സി ബൈ 1 മൈനസ് സി സ്ക്വയർ എന്ന് വരുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർ y ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എം എക്സ് പ്ലസ് കോൺസ്റ്റൻറ്റ് സി വരും.
അപ്പോൾ ഇതെന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനാണ്. ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ. ഹെൻസ് ദ എക്സ്ട്രീമം പാത്ത്, അതായത് മിനിമം പാത്ത്, എക്സ്ട്രീമം പാത്ത് ബിറ്റ്വീൻ 2 points ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 പോയിൻറ്റിന് ഇടയ്ക്കുള്ള മിനിമം പാത്ത് സ്ട്രെയിറ്റ് ലൈൻ ആണെന്നാണ് പറയേണ്ടത്. അപ്പോൾ അതിന് ആദ്യം ഒരു ലെങ്ത് എലമെൻറ്റ് DS കൺസിഡർ ചെയ്ത്, DS എന്ന് പറയുന്നത് √(dx² + dy² ആണ്. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ ലെങ്ത് എടുക്കണം, ഇൻ്റഗ്രൽ DS. അതിന് ശേഷം കണ്ടീഷൻ പറയണം, പാത്ത് മിനിമം ആകണമെന്നുണ്ടെങ്കിൽ അവിടെ ഫങ്ഷൻ f എന്ന് പറയുന്നത് ഇതായിരിക്കും, അതായത് f = √(1 + y.2). ഇനി യൂളേഴ്സ് ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ∂f/∂y - d/dx ഓഫ് ∂f/∂y. ഇത് ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ്റെ സെയിം ഫോർമാറ്റ് തന്നെയാണ്, അതായത് d/dx ഓഫ് ∂f/∂y - ∂f/∂y. അപ്പോൾ അവിടെ ഇതിൽ നമ്മൾ വൈയുടെ ടേംസ് ഇല്ല, അതുകൊണ്ട് ∂f/∂y എന്ന് പറയുന്നത് 0 വരും. ∂f/∂y എന്ന് പറയുന്നത് y ഡിവൈഡഡ് ബൈ 1 + y.2 വരും. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. d/dx എന്ന് പറയുന്നത് d/dx ഓഫ് y ഡിവൈഡഡ് ബൈ √(1 + y.2 = 0 വരും. ഇനി ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ y ഡിവൈഡഡ് ബൈ √(1 + y.2 എന്ന് പറയുന്നത് c ആണ്. അപ്പം പിന്നെ ക്രോസ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ y = c × √(1 + y.2). ഈ സൊല്യൂഷൻ വാലിഡ് ആകുന്ന എപ്പോഴാണ്? ഇതിനെ നമ്മൾ a എന്ന് വിളിച്ചാൽ y = a വന്നു കഴിഞ്ഞാൽ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ y എന്ന് പറയുന്നത് mx + c വരും. അത് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനാണ്. അതുകൊണ്ട് മിനിമം പാത്ത് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരും. അടുത്ത നമ്മളിനി കുറച്ച് കൺസർവേഷൻ തിയറംസ് ആണ് പറയാനായിട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഹോമോജിനിറ്റി of space and conservation of linear momentum. Homogeneity of space and conservation of linear momentum. Homogeneity of space പറയുന്നത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹോമോജിനിറ്റി ഓഫ് സ്പേസ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഒരു സിസ്റ്റത്തിൻ്റെ പാർട്ടിക്കിൾസിന് ആർബിട്രറി ട്രാൻസ്ലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു സിസ്റ്റത്തിൻ്റെ പാർട്ടിക്കിൾസിന് ഒരു ആർബിട്രറി മൂവ്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ലഗ്രാഞ്ചിയൻ ചേഞ്ച് ആകത്തില്ല. അതായത് ഹോമോജിനിറ്റി ഓഫ് സ്പേസ് implies that the Lagrangian of a closed system remains unchanged. The Lagrangian of a closed system remains unchanged for അല്ലെങ്കിൽ by an arbitrary translation. By an arbitrary translation of all particles of the system. Homogeneity of space implies that Lagrangian of a closed system remains unchanged by an arbitrary translation of all particles of the system. ഇനി നമ്മളിവിടെ ആർബിട്രറി ട്രാൻസ്ലേഷനെ കുറിച്ച് പറഞ്ഞല്ലോ. കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ ഫോർ കാർട്ടീഷ്യൻ coordinate, an arbitrary translation is given by ri = ri plus del ri, അതായത് ri = ri plus എപ്സിലോൺ. ഇവിടെ എപ്സിലോൺ എന്ന് പറയുന്നത് del ri is the constant of
ആർബിട്രറി ട്രാൻസ്ലേഷൻ. അപ്പോൾ ഈ ഒരു ആർബിട്രറി ട്രാൻസ്ലേഷൻ RI = RI + del RIക്ക് del L എന്ന് പറയുന്നത് സിഗ്മ I ∂L/∂RI × എപ്സിലോൺ. ഇനി ഫോർ ആർബിട്രറി ട്രാൻസ്ലേഷൻ del L = 0. അങ്ങനെ വരുമ്പോഴത്തേനും ഈ ഇക്വേഷനിൽ ∂L/∂RI എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. ഇനി ദ ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഈസ് ഗിവൺ ബൈ d/dt of ∂L/∂RI dot minus ∂L/∂RI = 0. ഇവിടെ നമ്മൾ ∂L/∂RI എന്ന് പറയുന്നത് ഓൾറെഡി 0 ആണ്. ഇനി L എന്ന് പറയുന്നത് എന്താണ്? T - V ആണ്. അതായത് ½ MI RI dot square കൈനറ്റിക് എനർജി മൈനസ് V of R1 R2 എക്സെട്ര അല്ല V of RI. ഇവിടെ ∂L/∂RI ഡോട്ട് എടുത്തു കഴിഞ്ഞാൽ RI എടുക്കേണ്ട കാര്യമില്ല, അത് VAയുടെ ടേംസിൽ വരും, പക്ഷേ അത് ഓൾറെഡി 0 ആണ്. ഇനി ∂L/∂RI ഡോട്ട് എടുത്തു കഴിഞ്ഞാൽ MI RI ഡോട്ട് എന്ന് കിട്ടും. MI RI ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്? ലീനിയർ മൊമെൻറ്റം PI ആണ്. അപ്പോൾ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ d/dt of ഫോർ I പാർട്ടിക്കിൾ സിഗ്മ PI എന്ന് പറയുന്നത് 0 ആയിട്ട് കിട്ടും ഈക്വേഷനിൽ നിന്ന്. അതായത് അതിൻ്റെ മീനിങ് എന്താണ്? ഹിയർ സിഗ്മ PI ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മളിത് തുടങ്ങിയത് എവിടെ നിന്നാണ്? ഹോമോജിനിറ്റി ഓഫ് സ്പേസിൽ നിന്ന് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹോമോജിനിറ്റി ഓഫ് സ്പേസ് എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ ഒരു ആർബിട്രറി ട്രാൻസ്ലേഷന് ലഗ്രാഞ്ചിയൻ ചേഞ്ച് ആകത്തില്ല. അപ്പോൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ ഒരു ആർബിട്രറി ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് RI എന്ന് പറയുന്നത് RI + del RI ആണ്. ഇവിടെ del L എന്ന് പറയുന്നത് ∂L/∂RI × എപ്സിലോൺ, അതായത് ∂L/∂RI × del RI. ഇനി ആർബിട്രറി ട്രാൻസ്ലേഷന് ∂L/∂RI എന്ന് പറയുന്നത് 0 ആണ്. ലഗ്രാഞ്ചസ് ഇക്വേഷൻ എന്ന് പറയുന്നത് d/dt of ∂L/∂RI dot minus ∂L/∂RI എന്ന് പറയുന്നത് 0. ഇവിടെ L എന്ന് പറയുന്നത് T - V ആണ്. MI RI dot square minus V ആണ് L. ∂L/∂R ഡോട്ട് എടുത്തു കഴിഞ്ഞാൽ MI RI dot = PI. അതായത് d/dt of സിഗ്മ PI = 0. അതായത് സിഗ്മ PI is a constant. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് thus the total linear momentum of a closed system. Thus the total linear momentum of a closed system is conserved due to homogeneity of space. അപ്പോൾ ഹോമോജിനിറ്റി ഓഫ് സ്പേസ് കാരണം ദസ് ദ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ഓഫ് എ ക്ലോസ്ഡ് സിസ്റ്റം ഈസ് കൺസിഡർഡ് ഡ്യൂ ടു ഹോമോജിനിറ്റി ഓഫ് സ്പേസ്. അപ്പോൾ നമ്മൾ ഹോമോജിനിറ്റി ഓഫ് സ്പേസിൻ്റെ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു, അത് കഴിഞ്ഞ് ഒരു ആർബിട്രറി ട്രാൻസ്ലേഷൻ RI എടുത്ത്, അത് കഴിഞ്ഞ് del L നിന്ന് ∂L/∂RI 0 ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഒരു പാർട്ട് 0 ആയിപ്പോയി. ലഗ്രാഞ്ചിയൻ ഇക്വേഷനിൽ L എടുത്തിട്ട് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും പറഞ്ഞ് ഈ ടൈമിന് നമ്മൾ ലീനിയർ മൊമെൻറ്റം ആക്കി കൊടുത്തു. അപ്പോൾ d/dt of PI എന്ന് പറയുന്നത് 0, അതായത് PI എന്ന് പറയുന്നത് ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ്. ദസ് ബൈ ഹോമോജിനിറ്റി ഓഫ് സ്പേസ് ലീനിയർ മൊമെൻറ്റം ഈസ് കൺസർവ്ഡ് ഓർ കോൺസ്റ്റൻറ്റ്. ഇനി അടുത്തെന്ന് പറയുന്നത് ഐസോട്രോപ്പി ഓഫ് സ്പേസ്. നമ്മൾ ആദ്യം പറഞ്ഞത് ഹോമോജിനിറ്റി ഓഫ് സ്പേസും കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റമാണ്. ഇനി വരുന്നത് ഐസോട്രോപ്പി ഓഫ് സ്പേസും കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റമാണ്.
ഐസോട്രോപ്പി ഓഫ് സ്പേസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലഗ്രാഞ്ചിയൻ ഓഫ് എ ക്ലോസ്ഡ് സിസ്റ്റം റിമെയിൻസ് അൺചേഞ്ച്ഡ് ഫോർ ആൻ ആർബിട്രറി മോഷൻ. ഐസോട്രോപ്പി ഓഫ് സ്പേസ് implies that Lagrangian of a closed system remains unchanged for an arbitrary rotation. Isotropy of space implies that the Lagrangian of a closed system remains unchanged for an infinitesimally small arbitrary rotation del theta. The position vector for small rotation is del Ri is equal to del theta z cap cos Ri. del Ri എന്ന് പറയുന്നത് del theta z cap cross Ri. ഇനി ഇവിടെ ഇതിപ്പോൾ നമുക്ക് പൊസിഷൻ വെക്ടറാണ് കിട്ടിയത്. ഇനി ചേഞ്ച് ഇൻ വെലോസിറ്റി വെക്ടർ എന്ന് പറയുന്നത് the change in velocity vector Vi is del Vi is equal to z cross Vi into del theta. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ലഗ്രാഞ്ചിയൻ എന്ന് പറയുന്നത് എൽ ഓഫ് ആർ ഐ ഡോട്ട് ടി ആണ്. ഇനി ഡെൽ എൽ എടുത്തു കഴിഞ്ഞാൽ സിഗ്മ ഐ ഡോ എൽ ബൈ ഡോ ആർ ഐ ഇൻറ്റു ഡെൽ ആർ ഐ പ്ലസ് ഡോ എൽ ബൈ ഡോ ആർ ഐ ഡോട്ട് ഇൻറ്റു ഡെൽ ആർ ഐ ഡോട്ട് പ്ലസ് ഡോ എൽ ബൈ ഡോ ടി അത് 0 ആണ്. ഇനി ഇവിടെ ആർ ഐ ഡോട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം വെലോസിറ്റിയാണ്. ഡോ എൽ ബൈ ഡോ ആർ ഐ ഡോട്ട് എന്ന് പറയുന്നത് പി ഐ ആണ്, ലീനിയർ മൊമെൻ്റ് ആണ്. അത് നമുക്ക് നേരത്തെ കിട്ടിയതാണ്. ഡോ എൽ ബൈ ഡോ ആർ ഐ ഡോട്ട് എന്ന് പറയുന്നത് പി ഐ ആണ്. ഇനി ഡോ എൽ ബൈ ഡോ ആർ ഐ എന്ന് പറയുന്നത് എന്താണ്? ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ആർ ഐ ഡോട്ടാണ്. അതെങ്ങനെ വന്നെന്ന് നോക്കിക്കഴിഞ്ഞാൽ ലഗ്രാഞ്ചിയൻ ഇക്വേഷനിൽ ഇതിപ്പോൾ ഈ ഡോ എൽ ബൈ ഡോ ആർ ഐ ഇപ്പുറത്ത് കൊണ്ടുപോയി ഡോ എൽ ബൈ ഡോ ആർ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ആർ ഐ ഡോട്ട്. അങ്ങനെയാണ് ഈ ടേം വരുന്നത്. ലഗ്രാഞ്ചിയൻ ഇക്വേഷനിൽ നിന്നാണ് നമുക്ക് ഈ ടേം കിട്ടുന്നത്. അതായത് ഡി ബൈ ഡി ടി ഓഫ്, അതായത് പി ഐ ഡോട്ട് അല്ല പി ഐ ആണ്, ഡി ബൈ ഡി ടി ഓഫ് പി ഐ, അതായത് പി ഐ ഡോട്ട്. ഓക്കെ, ഇനി ഈ വാല്യൂസൊക്കെ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽ എൽ എന്ന് പറയുന്നത് സിഗ്മ, ഡോ എൽ ബൈ ഡോ ആർ ഐ എന്ന് പറയുന്നത് പി ഐ ഡോട്ട് ഇൻറ്റു ഡെൽ ആർ ഐ പ്ലസ് സിഗ്മ പി ഐ ഇൻറ്റു ഡെൽ ആർ ഐ ഡോട്ട് എന്ന് പറയുന്നത് ഡെൽ വി ഐ. ഇനി നമ്മൾ നേരത്തെ ഡെൽ വി ഐയുടെയും ഡെൽ ആർ ഐയുടെയും വാല്യൂസ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത് ചെയ്യുമ്പോഴത്തേനും സിഗ്മ ഐ പി ഐ ഡോട്ട് ഇൻറ്റു ഡെൽ ആർ ഐ എന്ന് പറയുമ്പോൾ സെഡ് ക്യാപ്പ് ക്രോസ് ആർ ഐ ഇൻറ്റു ഡെൽ തീറ്റ പ്ലസ് സിഗ്മ ഐ പി ഐ ഇൻറ്റു ഡെൽ വി ഐ എന്ന് പറയുമ്പോൾ ഡെൽ തീറ്റ ഈക്വൽ ടു സിഗ്മ ഐ ഇവിടെ
ഇവിടെ നമുക്കിനി ഇത് ഇസഡ് ക്യാപ്പ് എന്ന് പറയുന്നത് രണ്ടിടത്തും കോമൺ ആണ്. ബാക്കിയുള്ളത് പി ഐ ഡോട്ടും ആർ ഐയും പി ഐയും വി ഐയും. അതായത് നമുക്കിതെങ്ങനെ എഴുതാൻ നോക്കിക്കഴിഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് പി ഐ ഡോട്ടും ഉണ്ട് പി ഐയും ഉണ്ട്. അപ്പോൾ പി ഐ ആർ ഐയും ഉണ്ട് ആർ ഐ ഡോട്ടും ഉണ്ട്. അപ്പോൾ പി ഐ ക്രോസ് ആർ ഐ ഇൻറ്റു ഇസഡ് ക്യാപ്പ് അവിടെ കോമൺ ആണ് ഇൻറ്റു ഡെൽ തീറ്റ. ഇനി ഡെൽ തീറ്റ എന്ന് പറയുന്നത് ഈസ് ആർബിട്രറി വെൻ ഡെൽ തീറ്റ ഈസ് ആർബിട്രറി ഡെൽ എൽ ഈസ് ഈക്വൽ ടു 0. ഡെൽ എൽ 0 ആകുമ്പോഴത്തേനും ഡി ബൈ ഡി ടി ഓഫ് പി ഐ ക്രോസ് ആർ ഐ എന്ന് പറയുന്നത് 0 ആവും. അതായത് സിഗ്മ ഐ പി ഐ ക്രോസ് ആർ ഐ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അതായത് സിഗ്മ പി ഐ ക്രോസ് ആർ ഐ എന്ന് പറയുന്നതാണ് ജെ, ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം. ദസ് പി ഐ ക്രോസ് ആർ ഐ ഈസ് ഈക്വൽ ടു ജെ ദ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം. അതായത് ലീനിയർ മൊമെൻറ്റം ഇൻറ്റു പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നതാണ് ആംഗുലർ മൊമെൻറ്റം. ദ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം thus Pi cross Ri is equal to J. The total angular momentum is conserved due to isotropy of space. അപ്പോൾ ഐസോട്രോപ്പി ഓഫ് സ്പേസ് നമ്മൾ എന്താ സംഭവിച്ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഐസോട്രോപ്പി ഓഫ് സ്പേസ് ഇംപ്ലൈസ് ദാറ്റ് ലഗ്രാഞ്ചിയൻ ഓഫ് എ ക്ലോസ്ഡ് സിസ്റ്റം റിമെയിൻസ് അൺചേഞ്ച്ഡ് ഫോർ ആൻ ആർബിട്രറി റൊട്ടേഷൻ del theta. Isotropy of space implies that Lagrangian of a closed system remains unchanged for an arbitrary rotation. ഇവിടെ പൊസിഷൻ വെക്ടർ ആർ ഐ ഡെൽ ആർ ഐ എന്ന് പറയുന്നത് ഇസഡ് ക്യാപ്പ് ക്രോസ് ആർ ഐ ഇൻറ്റു ഡെൽ തീറ്റ. ഇനി ചേഞ്ച് ഇൻ വെലോസിറ്റി വെക്ടർ എന്ന് പറയുന്നത് ഡെൽ വി ഐ എന്ന് പറയുന്നത് ഇസഡ് ക്യാപ്പ് ക്രോസ് വി ഐ ഇൻറ്റു ഡെൽ തീറ്റ. എൽ എന്ന് പറയുന്നത് എൽ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ആർ ഡോട്ട് ടി. അപ്പോൾ അതിന് ഡെൽ എൽ എടുത്തു കഴിഞ്ഞാൽ ഡോ എൽ ബൈ ഡോ ആർ ഐ ഇൻറ്റു ഡെൽ ആർ ഐ പ്ലസ് ഡോ എൽ ബൈ ഡോ ആർ ഐ ഡോട്ട് ഇൻറ്റു ഡെൽ ആർ ഐ ഡോട്ട്. ഇവിടെ ആർ ഐ ഡോട്ട് എന്ന് പറയുന്നത് വി ഐയും ഡോ എൽ ബൈ ഡോ ആർ ഐ ഡോട്ട് എന്ന് പറയുന്നത് പി ഐയും ഡോ എൽ ബൈ ഡോ ആർ ഐ എന്ന് പറയുന്നത് പി ഐ ഡോട്ട്. അതെല്ലാം കൂടി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്നിട്ട് ഡെൽ ആറിൻ്റെയും ഡെൽ വിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്നിട്ട് അവിടുന്ന് പി ഐയും ആറും നമ്മൾ ഡെറിവേറ്റീവ് ആയിട്ട് എടുക്കണം. ഡി ബൈ ഡി ടി ഓഫ് പി ഐ ക്രോസ് ആർ ഐ ഇസഡ് ക്യാപ്പ് ഇൻറ്റു ഡെൽ തീറ്റ ആക്കി എടുക്കണം. ഇനി ഫോർ ആർബിട്രറി അല്ലെങ്കിൽ വെൻ ഡെൽ തീറ്റ ഈസ് ആർബിട്രറി ഡെൽ എൽ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ അത് നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേനും ഡി ബൈ ഡി ടി ഓഫ് പി ഐ ക്രോസ് ആർ ഐ എന്ന് പറയുന്നത് 0 ആയിട്ട് വരും. അതായത് പി ഐ ക്രോസ് ആർ ഐ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ്. അതായത് പി ഐ ക്രോസ് ആർ ഐ ഈസ് ഈക്വൽ ടു ജെ. ദ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം ഈസ് കൺസർവ്ഡ് ഡ്യൂ ടു ഐസോട്രോപ്പി ഓഫ് സ്പേസ്. ഇതാണ് ഐസോട്രോപ്പി ഓഫ് സ്പേസ്. അടുത്തത് ഹോമോജിനിറ്റി ഓഫ് ടൈമാണ്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹോമോജിനിറ്റി ഓഫ് സ്പേസ് ആയിരുന്നു, പിന്നെ ഐസോട്രോപ്പി ഓഫ് സ്പേസ് പറഞ്ഞു. ഇനി വരുന്നത് വീണ്ടും ഹോമോജിനിറ്റി ഓഫ് ടൈമാണ്. കൺസർവേഷൻ ഓഫ് എനർജി വരും ടൈമിൻ്റെ കൂടെ. So homogeneity of space, conservation of linear momentum. Homogeneity of isotropy of space, conservation of angular momentum. Homogeneity of time, conservation of energy. ഇവിടെ homogeneity of time implies that Lagrangian does not change for an arbitrary time translation similar to space translation. അതായത് homogeneity of time implies that Lagrangian is invariant under അല്ലെങ്കിൽ Lagrangian
of a closed system does not change for an arbitrary time translation similar to space translation. അപ്പോൾ ഒരു ടൈം ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ടി എന്ന് പറയുന്നത് ടി പ്ലസ് ഡെൽ ടി വരും. അവിടെ നമുക്ക് ഡെൽ എൽ എന്ന് പറയുന്നത് എന്താണ്? ഡോ എൽ ബൈ ഡോ ടി ഇൻറ്റു ഡെൽ ടി. പക്ഷേ ആർബിട്രറി ടൈം ട്രാൻസ്ലേഷൻ ആകുമ്പോഴത്തേനും ഡെൽ എൽ എന്ന് പറയുന്നത് 0 ആയിപ്പോവും. അപ്പോൾ നമുക്ക് ഡോ എൽ ബൈ ഡോ ടി എന്ന് പറയുന്നത് 0 ആണ്. ഇനി ലഗ്രാഞ്ചിയൻ എന്ന് പറയുന്നത് എൽ എന്ന് പറയുന്നത് എൽ ഈസ് എ ഫങ്ഷൻ ഓഫ് ആർ ഡോട്ട് ടി. അപ്പോൾ ഡെൽ എൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡി എൽ ബൈ ഡി ടി എന്ന് പറയുന്നത് സിഗ്മ ഡോ എൽ ബൈ ഡോ ആർ ഐ ഇൻറ്റു ആർ ഐ ഡോട്ട് പ്ലസ് സിഗ്മ ഡോ എൽ ബൈ ഡോ ആർ ഐ ഡോട്ട് ഇൻറ്റു ആർ ഐ ഡബിൾ ഡോട്ട് പ്ലസ് ഡോ എൽ ബൈ ഡോ ടി. ഇനി ഇതിവിടെ നിൽക്കട്ടെ. നമുക്ക് ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ എന്ന് പറയുന്നത് the Lagrange's equation is d by dt of dou L by dou Ri dot minus dou L by dou Ri is equal to 0. ഇവിടെ dou L by dou Ri dou R എന്ന് പറയുന്നത് d by dt of dou L by dou R dot. ഇത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ആർ ഐ ഡോട്ട് പ്ലസ് ഡോ എൽ ബൈ ഡോ ആർ ഡോട്ട് ആർ ഐ ഡബിൾ ഡോട്ട് ഡോ എൽ ബൈ ഡോ ടി എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി 0 ആയി പോയി. സോ ബാക്കിയുള്ളത് ഇത്രയും ടൈംസ് ആണ്. ഇനി ഇതിനെ നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് ഓൾറെഡി ഉള്ളത് ഡോ എൽ ബൈ ഡോ ആർ ഡോട്ട് ഉണ്ട് മൈനസ് എൽ പ്ലസ് ഡോ എൽ ബൈ ഡോ ആർ ഐ ഡോട്ട് ഇൻറ്റു ആർ ഐ ഡബിൾ ഡോട്ട് ഇസിക്കൽ ടു 0 എന്ന് വരും. ഇല്ല, നമ്മൾ ഈ സ്റ്റെപ്പിന് മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യണം. ഡി എൽ ബൈ ഡി ടി എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ആർ ഐ ഡോട്ടുണ്ട്. സോ ഇനി ഇത് രണ്ടും കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതെങ്ങനെ ഷോർട്ടാക്കി എഴുതാൻ നോക്കിക്കഴിഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ആർ ഐ ഡോട്ട് ഇൻറ്റു ആർ ഐ ഡോട്ട്. അതങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ ഇത് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ അത് ഷോർട്ടാക്കി എഴുതിയതാണ് ഇവിടെ സംഭവിച്ചത്. ഇനി നമ്മൾ ഈ ടൈം ഇപ്പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ആർ ഡോട്ട് ഇൻറ്റു ആർ ഡോട്ട് മൈനസ് എൽ ഇസിക്കൽ ടു 0. ഇവിടെ ഇതിപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ഇത് ഇസിക്കൽ ടു 0 എന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഈ ടൈം കോൺസ്റ്റൻറ്റിലോട്ട് മാറ്റണം. അപ്പോൾ ഈ ടൈം കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് ഈസ് ഇസിക്കൽ ടു കോൺസ്റ്റൻറ്റ്. ഇനി നമ്മൾ എൽ എടുത്തു കഴിഞ്ഞാൽ ടി മൈനസ് വി, അതായത് ഹാഫ് എം ഐ ആർ ഐ ഡോട്ട് സ്ക്വയർ മൈനസ് വി ഓഫ് ആർ ഐ. ഇവിടെ ഡോ എൽ ബൈ
ഡോ ആർ ഐ ഡോട്ട് എടുത്തു കഴിഞ്ഞാൽ എം ഐ ആർ ഐ ഡോട്ട്, അതായത് എം ഐ ആർ ഐ ഡോട്ട് ഇൻറ്റു ആർ ഐ ഡോട്ട് ഈസിക്കൽ ടു എം ഐ ആർ ഐ ഡോട്ട് സ്ക്വയർ. അതായത് 2t. ഇത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2t മൈനസ് എൽ ഈസിക്കൽ ടു സി, 2t മൈനസ് ടി പ്ലസ് വി ഈസിക്കൽ ടു സി, അതായത് ടി പ്ലസ് വി ഈസിക്കൽ ടു സി. അതായത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് സി കോൺസ്റ്റൻറ്റ്. this isotropy അല്ല this homogeneity of time is conservation of time, conservation of energy. അപ്പോൾ ഹോമോജിനിറ്റി ഓഫ് ടൈമിൽ നമ്മൾ ആദ്യം ഒരു ആർബിട്രറി ടൈമിനെ കുറിച്ച് പറഞ്ഞു. അവിടുന്ന് ഡെൽ എൽ 0 ആണ്. പിന്നെ നമ്മൾ ലഗ്രാഞ്ചിയൻ എന്ന് പറയുന്നത് ആർ ഡോട്ട് ടിയുടെ ഫംഗ്ഷനാണ്. അപ്പോൾ അവിടെ ഡി ബൈ ഡി ടി എടുത്തു. അത് കഴിഞ്ഞ് ലഗ്രാഞ്ചിയൻ ഇക്വേഷനിൽ നിന്ന് നമ്മൾ ഡോ എൽ ബൈ ഡോ ആറിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഡി എൽ ബൈ ഡി ടി എന്ന് പറയുന്നത് ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ആർ ഡോട്ട് ഇൻറ്റു ആർ ഡോട്ട് കൊടുത്തു. എന്നിട്ട് ആ ടേം കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ എൽ എന്ന് പറയുന്നത് ടി മൈനസ് വി, അതായത് ഹാഫ് എം ഐ ആർ ഐ ഡോട്ട് മൈനസ് ആർ ഐ ഡോട്ട് വി ഐ ആണ്. അവിടെ ഡോ എൽ ബൈ ഡോ ആർ ഐ ഡോട്ടും എടുത്തു. എന്നിട്ട് അതിന് ആർ ഐ ഡോട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ 2t കിട്ടി. അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. 2t മൈനസ് എൽ ഈസിക്കൽ ടു കോൺസ്റ്റൻറ്റ്, അതായത് ടി പ്ലസ് വി എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് കിട്ടും. ഹെൻസ് ഹോമോജിനിറ്റി ഓഫ് ടൈം ഗീവ്സ് കൺസർവേഷൻ ഓഫ് എനർജി.